ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് കാവേരി ഗംഗയൊക്കെ കൂടിയിട്ട് ഹോം സ്റ്റേൻ്റെ കാര്യം പറയുമ്പോൾ ശാരദ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. വേണ്ട, ഇവിടെ 3-5 പെണ്ണുങ്ങളുള്ള വീടാണ്, അതുകൊണ്ട് ഇവിടെ ഹോം സ്റ്റേ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ യമുന പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല എന്ന്. അന്നേരം കാവേരി പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമാക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. റിസോർട്ടിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പക്ഷേ അമ്മനെ പിന്നെ നമുക്ക് പതുക്കനെ അടുപ്പിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് 1-2 മുറി റെഡി ആക്കിയിടണമെന്ന് പറയുമ്പോൾ ഈ രണ്ട് മുറി അവിടെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം അമ്മ നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടി തരും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് എഴുന്നേറ്റ് പോവുകയാണ്, ശാരദ അറിയാതെ. അങ്ങനെ റൂമിൽ ചെല്ലുകയാണ് കേട്ടോ. റൂമിലാണെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അഴുക്കും പൊടിയും കുറേ ഫർണിച്ചറൊക്കെ ഇങ്ങനെ കേടായി കിടക്കുന്നുണ്ട്. നിളയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോട് കൂടിയിട്ട് രക്ഷപ്പെടാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. അന്നേരം കാവേരി യമുനോട് കണ്ണടച്ച് കാണിക്കുകയാണ്, അവൾ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ പോയിക്കോട്ടെ, നീ തൊട്ടപ്പുറത്തുള്ളൊരു മുറി ഉണ്ടല്ലോ ആ മുറി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറയാണ്. അന്നേരം നിള പറയുന്നുണ്ട്, തൊട്ടപ്പുറത്തെ മുറി, ഞങ്ങളിവിടെ പണിയെടുക്കല്ലേ, അപ്പം നീ അവിടെ തൊട്ടപ്പുറത്തെ മുറി പോയി കിടന്നോ, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറയുകയാണേ. അങ്ങനെ നിളനെയും കൊണ്ട് യമുന വേറൊരു റൂമിലേക്ക് പോകുകയാണ്. ആ റൂം എന്ന് പറയുന്നത് ആകെ അഴുക്കും പൊടിയും പിടിച്ച് കിടക്കുന്ന റൂം തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിളനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ ഞങ്ങളെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചില്ലേ, അതിനുള്ള പണിഷ്മെൻ്റാണ്, വേഗം തന്നെ വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആ റൂമും വൃത്തിയാക്കുന്നുണ്ട്. മറ്റേ റൂമാണെന്നുണ്ടെങ്കിൽ കാവേരിയും ഗംഗയും കൂടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അടിപൊളി ശരിക്കൊരു ഗസ്റ്റ് റൂം പോലെ ആക്കി എടുക്കുകയാണ്. മറ്റേ റൂമും നിളയും യമുനയും കൂടിയിട്ട് പറ്റാവുന്നത് പോലെയൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇടുന്നുണ്ട്. അന്നേരം അമ്മ കേൾക്കണ്ട, പതുക്കനെ ചെയ്യാനൊക്കെ നിളനോട് യമുന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തായാലും അമ്മ അത് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ അതറിയുമ്പോഴല്ലേ അപ്പോഴല്ലേ എന്നൊക്കെ യമുന പറയുന്നുണ്ട്. അങ്ങനെ 4 പേരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ട് ഗംഗയും കാവേരിയും കൂടി വൃത്തിയാക്കിയ റൂമൊക്കെ നോക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് റൂം വൃത്തിയാക്കി ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആക്കണം എന്നൊക്കെ പറയുകയാണേ. പിറ്റേ ദിവസം ശാരദ വന്നിട്ട് റൂമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ശാരദ സമ്മതിക്കുന്നില്ല. ശാരദയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കാര് വന്ന് താമസിക്കാനാണെന്ന് പറയുകയാണേ. അങ്ങനെ ദേഷ്യം പിടിച്ചടന്ന് പോവുകയാണ്. അപ്പോൾ കാവേരി വിഷമിച്ചിരിക്കണമെന്ന് പറയും, സാറില്ല, ഇന്നലെ അമ്മ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, പക്ഷെ ഇന്ന് അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാര് വന്ന് താമസിക്കാനാണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ അമ്മയുടെ മനസ്സ് മാറിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് തൽക്കാലം കാത്തിരിക്കാമെന്ന് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അസിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പറയുകയാണ്, നിൻ്റെ അമ്മ കാവേരിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണക്കും കാര്യങ്ങളൊക്കെ, എന്തായാലും ഇത്തവണ പിടിക്കപ്പെടും, നിന്നെയും പുറത്താക്കും അവളെയും പുറത്താക്കും എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വായോ, ഞാൻ എന്തായാലും ആ സീനൊന്ന് കണ്ടിട്ട് വരട്ടെ, അവൾക്കിപ്പോൾ തൽക്കാലം അത്രയും കണക്കും കാര്യങ്ങളൊന്നും ഇവിടുത്തെ അറിയാൻ ചാൻസ് ഇല്ല എന്ന് പറയുകയാണേ. അങ്ങനെ നിവിനെയും കൂടെ പിടിച്ചിട്ട് ആസിഫ് അങ്ങോട്ട് പോവുകയാണേ. പക്ഷേ കാവേരിയാണെന്നുണ്ടെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്, എത്ര ആൾ വെക്കേറ്റ് ചെയ്ത് പോയി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ ഇങ്ങനെ ആസിഫിനോട് ചോദിക്കും, ഇതൊക്കെ കറക്റ്റായിട്ടാണല്ലോ കാവേരി പറഞ്ഞത്, പിന്നെ നീ എന്താ പറഞ്ഞത്? കറക്റ്റായിട്ട് പറയും, പക്ഷേ ഇപ്പം നോക്കിക്കോ, കണക്കിൻ്റെ കാര്യം വരുമ്പോൾ നോക്കിക്കോ പ്രശ്നമാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കാവേരി പറയും, ചെറിയൊരു പ്രശ്നമുണ്ട് മാഡം, ഇതിലൊരു 5000 രൂപ കുറവുണ്ട്, അതെങ്ങനെ പോയി എന്ന് പറയുമ്പോൾ അത് ആസിഫ് എടുത്താണ്, ഞാൻ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും ആസിഫിനാണ് പണി കിട്ടിയത്. ആസിഫ് പറയും, എടി ദുഷ്ടേ, ഞാൻ എന്നെ ചതിച്ചോന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നീ പറയും, ആടാ നിനക്കിട്ടുണ്ടാണ് പണി കിട്ടിയിട്ടുള്ളത്, വേഗം ചെല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിവിനെ ഓടിപ്പിക്കുകയാണ് കേട്ടോ ആസിഫിനെ. പിന്നെ കാണിക്കുന്നത് പ്രമോലാണെന്നുണ്ടെങ്കിൽ വിനീത് വന്നിട്ട് നോക്കുമ്പോൾ വിനീതിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയും ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പേര് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഷ്ടപ്പെട്ട് ശ്രമിക്കുകയാണ്. അന്നേരം നമുക്ക് 4 പേർക്ക് അച്ഛൻ നദിയുടെ പേരല്ലേ ഇട്ടിട്ടുള്ളത്, അപ്പോൾ 4 നദിയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ നദിയായി മാറൂലേ, മഹാനദി. അപ്പോൾ ആ മഹാനദി എന്നുള്ളൊരു പേര് മതി നമുക്ക് റിസോർട്ടിന് ഇടാന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയുകയാണ്. അങ്ങനെ വിനീത് ഒരു ഫ്ലെക്സൊക്കെ അടിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഒട്ടിക്കാനായിട്ട് അന്നേരം ശാരദ വന്നിട്ട് പറഞ്ഞതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല മോനെ, ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട്, പക്ഷേ 6 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഇതുവരെ ഒരു ഹോം സ്റ്റേ ഇല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം വിനീത് പറഞ്ഞിട്ടുണ്ട്, അമ്മായി വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ല അമ്മായി, അതുകൊണ്ട് അമ്മായി എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശാരദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.